നിങ്ങൾക്ക് ഡയബറ്റിസ് ഇല്ല, പക്ഷെ ഡയബറ്റിസിലേക്കുള്ള വാതിൽ ഓൾറെഡി തുറന്നിട്ടുണ്ടാവും. എന്താ പറഞ്ഞത് മനസ്സിലായിട്ടില്ല അല്ലെ? നമ്മൾ ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ ഷുഗർ ലെവൽ ബോർഡർ ലൈനിലാന്ന് പറഞ്ഞ് എപ്പോഴെങ്കിലും ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ടാവും. അമിതമായ ക്ഷീണം, വിശപ്പ്, കാഴ്ചമങ്ങൽ, ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ പ്രായത്തിൻ്റെതാണെന്ന് പറഞ്ഞ് പിന്നെ നോക്കാമെന്ന് പറഞ്ഞ് വിട്ടുപോയിട്ടുണ്ടാവും. ചിലപ്പോൾ ഇതൊക്കെ ഡയബറ്റിസിന്റെ നിശബ്ദമായ സൂചനകളായിരിക്കാം. അപ്പോൾ ഇന്ന് ഈ വീഡിയോ കണ്ട് തീരുമ്പോഴേക്കും നിങ്ങൾക്ക് കൺഫേം ചെയ്യാം നിങ്ങൾ പ്രീ ഡയബറ്റിസ് സ്റ്റേജിലാണോ ഉള്ളത് എന്നുള്ളത്. ഹൈ ഡിയേഴ്സ്, ഐ എം ഡോക്ടർ വർഷ ആൻഡ് വെൽക്കം ടു ഡോക്ടർ വർഷാസ് ഐ സ്പേസ്. പ്രീ ഡയബറ്റിസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു രോഗാവസ്ഥയല്ല, എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു നോർമൽ അവസ്ഥയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നോർമൽ വാല്യൂയിൽ നിന്ന് കുറച്ച് കൂടുതലും എന്നാൽ ഡയബറ്റിസ് ആണെന്ന് ഡയഗ്നോസ് ചെയ്യാനുള്ള ആ വാല്യൂയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. ആ സ്റ്റേജാണ് പ്രീ ഡയബറ്റിസ്. അപ്പോൾ ഇതിൽ ചില ഹിഡൻ സിംറ്റംസ് ഉണ്ടാവും. അത് എല്ലാവർക്കും അറിയണം എന്നില്ല എന്നാണ് WHO പറയുന്നത്. ലോകാരോഗ്യ സംഘടനയായ WHO പറയുന്നത് അധിക പേർക്കും ഈ സിംറ്റംസ് കണ്ടാൽ തന്നെ ചിലപ്പോൾ സ്ട്രെസ്സിന്റെ ആയിരിക്കാം, അല്ല പ്രായത്തിന്റെ ആയിരിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ് വിട്ടുകളയാണ് പതിവ്. അന്ന് നമുക്ക് ഇതിലെ ഹിഡൻ സിംറ്റംസ് ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയി നോക്കി നിങ്ങൾ പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണോ ഇപ്പോൾ ഉള്ളതെന്ന് ഒന്ന് കൺഫേം ചെയ്യാം. രാത്രി എത്ര തന്നെ നന്നായി ഉറങ്ങിയാലും രാവിലെ ഒരു എനർജി ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യാറുണ്ടാവും. ഇതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിൽ ഷുഗർ എത്തുന്നുണ്ടെങ്കിലും അത് പ്രോപ്പറായി ബ്ലഡ് സെൽസിലേക്ക് കടക്കുന്നില്ല എന്നാണെങ്കിൽ നമ്മുടെ ബോഡി കൊടുക്കുന്ന സിഗ്നൽ എന്താണെന്ന് വെച്ചാൽ ഫ്യൂവൽ എംറ്റി എന്നുള്ളൊരു സിഗ്നൽ ആയിരിക്കും കൊടുക്കുക. അപ്പോൾ നമുക്ക് എനർജി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഷുഗർ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇതാണ് ഇപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസിൽ സംഭവിക്കുക. അപ്പോൾ നമ്മൾ എത്ര തന്നെ നന്നായി ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു എനർജി കംപ്ലീറ്റ് ആയിട്ട് കിട്ടില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു ക്ഷീണം ഉണ്ടാവും. പ്രീ ഡയബറ്റിക് ആണെങ്കിൽ ഈ ഒരു സിംറ്റം മെയിൻ ആയിട്ട് കാണും. അധികം ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സിംറ്റമാണ് ലഞ്ച് കഴിച്ചതിന് ശേഷം കൺബോൾ അടഞ്ഞു പോകുന്ന പോലെ തോന്നുക, ഉറക്കം വരിക, ക്ഷീണം തോന്നുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊരിക്കലും ഒരു ഫുഡ് കോമയൊന്നുമല്ല, മറിച്ച് നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം സഡൻ ആയിട്ട് ഉണ്ടാകുന്ന ഷുഗർ സ്പൈക്ക്, അതായത് ബ്ലഡിലെ ഷുഗർ ലെവൽ പെട്ടെന്ന് ഇൻക്രീസ് ആവുന്നത് കൊണ്ടാണ് ഈ ഒരു സിംറ്റം ഉണ്ടാവുന്നത്. അപ്പോൾ ബ്ലഡിൽ കൂടുതലായിട്ട് ഷുഗർ ഉണ്ടാവുമ്പോൾ നമുക്കൊരു ക്ഷീണ അവസ്ഥയായിട്ട് കാണപ്പെടുകയും നമുക്ക് ഉച്ചയ്ക്ക് എല്ലാ ദിവസവും ഫുഡ് കഴിച്ചതിന് ശേഷം ഉറക്കം വരികയാണ് ചെയ്യുക. ഡയറ്റ് സെയിം ആണ്, ആക്ടിവിറ്റി സെയിം ആണ്, എന്നാലും വയറിലെ കൊഴുപ്പ് മാത്രം കൂടി വരുന്നു. ഇത് ചിലപ്പോൾ നിങ്ങളെ കാര്യമായി ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് തന്നെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസിന് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം. ബെല്ലി ഫാറ്റ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബുദ്ധിമുട്ട് വരുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും ഷുഗർ ലെവൽ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബെല്ലി ഫാറ്റ് കൂടി വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, ചിലപ്പോൾ പ്രമേഹം വരാം എന്നുള്ളതിന്റെ ഒരു സൂചനയായിരിക്കാം ഇത്. ആയുർവേദത്തിൽ ഇതിനെ മേധോധാതു ഇംബാലൻസ് എന്നാണ് പറയുന്നത്. ആയുർവേദത്തിൽ ധാതുക്കൾ പറയുന്നുണ്ട്, അതിൽ മേധോധാതുവിന്റെ ഇംബാലൻസ് ഉണ്ടാകുമ്പോൾ അവിടെ ഫാറ്റ് കെട്ടിക്കിടക്കുന്ന ഒരു സ്റ്റേറ്റ് വരുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇത് പ്രമേഹത്തിനുള്ള ഒരു കാരണമാവുന്നും കൂടി പറയുന്നുണ്ട്. ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചിട്ടും ഇനിയും ഫുഡ് വേണം, വിശപ്പ് മാറിയിട്ടില്ല, ആ ഒരു ഫീലിംഗ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം സെല്ലിലേക്ക് ഷുഗർ കടക്കാതിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് കിട്ടുന്ന സിഗ്നൽ എന്താ വെച്ച് കഴിഞ്ഞാൽ വിശക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോഴാണ് നമ്മൾ വീണ്ടും കഴിക്കാനുള്ള ഒരു ടെൻഡൻസി വരുന്നത്. അപ്പോൾ ഈ കഴിക്കുന്നതും ഷുഗർ സ്പൈക്ക് ഉണ്ടാകും. പക്ഷെ ഈ ഒരു ഫീലിംഗ് വരാനുള്ള കാരണം ചിലപ്പോൾ ഓൾറെഡി ഷുഗറിന്റെ ആ ഒരു ഡയബറ്റിക് സ്റ്റേജിലേക്ക് നിങ്ങൾ പോകുന്നത് കൊണ്ടും ആയിരിക്കാം. പെട്ടെന്ന് ആവശ്യമുള്ള ഒരു കാര്യം മറന്നു പോവുക, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി ആരെങ്കിലും അപ്രോച്ച് ചെയ്യുമ്പോൾ അതിന് പറയാൻ പറ്റാതിരിക്കുക, ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ലാതിരിക്കുക, ഇതൊക്കെ ചിലപ്പോൾ വന്നിട്ടും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ വർക്ക് പ്രഷർ എന്തെങ്കിലും ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ സ്റ്റഡീസ് ഉണ്ട്, ഇതൊക്കെ ആയിരിക്കും വിചാരിക്കുന്നുണ്ടാവുന്നത്. എന്നാൽ ഷുഗർ നമ്മൾ പ്രോപ്പറായിട്ട് ലെവലിലല്ല ഉള്ളതെങ്കിൽ, ബ്രെയിനിലേക്ക് ഇതിന്റെ സപ്ലൈ പ്രോപ്പർ അല്ലായിട്ടല്ല ഉള്ളതെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം. കാരണം ബ്രെയിനിന് പ്രൈമറി ഫ്യൂവൽ തന്നെയാണ് ഈ ഷുഗർ എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് അതൊരു അൺസ്റ്റേബിൾ ആയിട്ട് ഉണ്ടാവുമ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥ തോന്നും. അപ്പോൾ ഒരിക്കലും നമ്മൾ ചിന്തിക്കില്ല ഇത് ഡയബറ്റിസ് കൊണ്ടാവാന്നുള്ളത്. നമ്മൾ വിചാരിക്കുക സ്ട്രെസ് അല്ലെങ്കിൽ മെന്റൽ പ്രഷർ എന്തെങ്കിലും കൊണ്ടാണെന്ന് മാത്രമായിരിക്കും. അപ്പോൾ ഇതുകൂടി ഒന്ന് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചിലരിലൊക്കെ കണ്ടിട്ടുണ്ടാവും കഴുത്ത്, കക്ഷം, ഗ്രോയിൻ ഏരിയയിലൊക്കെ കറുപ്പ് നിറം, അതുപോലെ തന്നെ ഒരു വെൽവെറ്റി ടെക്സ്ചറൊക്കെ. ഇത് പറഞ്ഞു വരുന്ന പേഷ്യൻസ്, ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ അവർക്ക് PCOS കണ്ടീഷൻ കൊണ്ടും ആവാം ഇത്. അതുകൊണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുമ്പോൾ PCOS കണ്ടീഷനും കൂടി ഉള്ളതുകൊണ്ട് ആ ഒരു സിംറ്റം കൂടി കാണിക്കുന്നുണ്ട്. എന്നാൽ ഡയബറ്റിസ് ഉള്ളവരിലും ഈ സിംറ്റംസ് ഒക്കെ കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും സിംറ്റം കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യുക, ഷുഗർ ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക.
രാത്രി പലതവണയായിട്ട് മൂത്രമൊഴിക്കാൻ തോന്നുകയോ അല്ലെങ്കിൽ കൂടുതലായി ദാഹം അനുഭവപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നി നമ്മുടെ എക്സസ് ആയിട്ടുള്ള ഷുഗറിനെ ഫ്ലഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് നടത്തുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും വെള്ളം അധികം കുടിച്ചത് കൊണ്ടാണെന്ന്. പക്ഷേ ഒരു ചെക്കപ്പിന്റെ ആവശ്യം ഇവിടെയുണ്ട്. അത് ഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഡെയിലി ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഷുഗർ ലെവൽ നോർമൽ ആണെന്ന്. കാരണം പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിംറ്റം ആണ് ഈ യൂറിൻ ഇടയ്ക്കിടയ്ക്ക് പാസ് ചെയ്യാൻ വേണ്ടി തോന്നുക, അതുപോലെ തന്നെ ദാഹം അധികമായിട്ട് തോന്നുക എന്നുള്ളത്. ഡയബറ്റിക് സ്റ്റേജിൽ അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ മൈക്രോ സർക്കുലേഷൻ ഓൾറെഡി എഫക്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ചെറിയ മുറിവുകൾ, ആക്നെ മാർക്സ്, അതുപോലെ തന്നെ വായിൽ എന്തെങ്കിലും പുണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഹീൽ ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഹീലിംഗ് ഡിലേ ആകുന്നുണ്ടെങ്കിൽ, അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഡയബറ്റിസ് ആയിരിക്കാം എന്നുള്ളത്. എന്നാലും അറിയാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ ഇങ്ങനൊരു സിംറ്റം നമുക്ക് കണ്ടുവരാറുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരിക, ആങ്സൈറ്റി കൂടുതലായിട്ടുണ്ടാവുക, മൂഡ് എല്ലാറ്റിലും കുറവ് തോന്നുക, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ബ്ലഡ് ഷുഗറിന്റെ ഫ്ലക്ച്വേഷൻ കൊണ്ടായിരിക്കാം. ബ്ലഡ് ഷുഗർ ഫ്ലക്ച്വേഷൻ വരുമ്പോഴാണ് നമ്മളെ മൂഡിലും ഫ്ലക്ച്വേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചിന്തിക്കുക എന്തായിരിക്കും, സ്ട്രെസ് കൊണ്ടാണ്, എനിക്ക് ഇന്ന് ഓഫീസിൽ കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വന്നതാണെന്ന്. പക്ഷെ ഇത് അത് തന്നെ ആവണമെന്നില്ല, ആ കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാം. എന്നാൽ ഷുഗറിന്റെ ലെവൽ കൂടുമ്പോഴും ഇത്തരം സിംറ്റംസ് കണ്ടിട്ടുണ്ട്. ഇൻസുലിൻ ആൻഡ് കോർട്ടിസോൾ റിതം ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോൾ നമ്മളെ സ്ലീപ്പിനെ ഇത് അഫക്റ്റ് ചെയ്യാം. നമുക്ക് രാത്രി നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു, ഉറങ്ങണമെന്നുണ്ടെങ്കിലും രാത്രി നേരത്തെ എഴുന്നേൽക്കുന്നു. അതുപോലെ തന്നെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാലും ഉറക്കം മതിയാവാത്തൊരവസ്ഥ, എത്ര ഉറങ്ങിയാലും ആ ഒരു എനർജി കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവുന്നത് ഇൻസുലിൻ ആൻഡ് കോർട്ടിസോളിന്റെ റിതം ഡിസ്റ്റർബ് ആകുമ്പോഴാണ്. ഇത് ഉണ്ടാവുക മെയിനായിട്ട് ഡയബറ്റീസിലാണ്. അപ്പോൾ ഇതൊരു പ്രീ ഡയബറ്റിക് സിംറ്റം ആയിട്ട് നമുക്ക് കണക്കാക്കാം. നിങ്ങൾക്ക് ഓൾറെഡി ഫാമിലിയിൽ ആർക്കെങ്കിലും അച്ഛനോ അമ്മക്കോ ഉണ്ട്, അല്ലെങ്കിൽ സിബ്ലിങ്സിന് ആർക്കെങ്കിലും, സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റേഷൻ ഡയബറ്റിസ് അഥവാ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഡയബറ്റിസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ PCOS ഉണ്ട്, ഇത്തരം കണ്ടീഷനിലൊക്കെ നമുക്ക് കൂടുതലാണ് റിസ്ക്. അതുകൊണ്ട് ഇത്തരം കണ്ടീഷൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ, ഓൾറെഡി ഈ ഒരു ഗ്രൂപ്പിൽ വരുന്ന, അതുപോലെ തന്നെ ഏജ് ഗ്രൂപ്പ് അതൊക്കെ വരുന്നവരാണെങ്കിൽ നമ്മൾ എന്തായാലും പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം പ്രീ ഡയബറ്റിക് സ്റ്റേജിലും ചിലപ്പോൾ സിംറ്റംസ് ഒന്നും കാണിക്കണമെന്നില്ല. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നത് വഴി നമുക്ക് വാല്യൂസ് അറിയാനും അതുപോലെ തന്നെ നമുക്ക് പ്രിക്കോഷൻസ് എടുക്കാനും സാധിക്കും. നമ്മൾ ഇത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി മെയിനായിട്ട് ചെയ്യുക ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, അതുപോലെ പോസ്റ്റ് പ്രാൻഡിയൽ ടെസ്റ്റ്, ഫുഡ് കഴിച്ചതിന് 2 മണിക്കൂർ ശേഷമുള്ള ടെസ്റ്റ്, പിന്നെ HbA1c, അതുപോലെ തന്നെ ഇൻസുലിൻ ടെസ്റ്റ് മാർക്കേഴ്സ്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് ഈ നമ്പേഴ്സ് വെച്ച് മാത്രമേ നമുക്കൊരു കറക്റ്റ് ക്ലാരിറ്റി ഉണ്ടാവുകയുള്ളൂ. കാരണം ഡയബറ്റിസ് വരാനാണ് പോകുന്നത്, ഇപ്പോൾ ഏത് സ്റ്റേജിലാന്നുള്ളത്. അതുകൊണ്ട് ഇതൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഒരു പ്രോപ്പർ ഇന്റർവെല്ലിൽ ചെയ്യാൻ ശ്രമിക്കുക. പ്രീ ഡയബറ്റിസ് എന്ന് പറയുന്നത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഡയബറ്റിസ് പോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല. ഡയബറ്റിസ് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, പക്ഷെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ കണ്ടീഷൻസ് നോക്കിയതിന് ശേഷം മാത്രമേ അതൊന്ന് കൺഫേം ചെയ്യാൻ പറ്റും. പക്ഷെ പ്രീ ഡയബറ്റിസും നമുക്ക് മസ്റ്റ് ആയിട്ടും റിവേഴ്സ് ചെയ്യേണ്ട ഒന്നാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ, നമ്മൾ ലെവൽ ഇത്ര കുറച്ച് കൂടുതലാണ്, ബോർഡർ ലൈൻ ആണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ റൈറ്റ് ഫുഡ് കഴിക്കുക, ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുക, സ്ട്രെസ്സും ഒക്കെ കൺട്രോൾ ചെയ്യുക, BP, കൊളസ്ട്രോൾ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്ത് അതിനും കൂടിയുള്ള മെഡിക്കേഷൻസ് എടുക്കുക. അതുപോലെ സ്ട്രെസ്, സ്ലീപ്പിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ നിന്ന് ഡയബറ്റിക് സ്റ്റേജിലേക്ക് പോകുന്നത് തടയാൻ വേണ്ടി പറ്റും. ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ 2-3 എങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കോമന്റ് ചെയ്യുക. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഡയബറ്റിസ് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാം. താങ്ക്